എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം കുറേ അധികമായിട്ടുണ്ട്, ഉറക്കം വരുന്ന സമയമായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോ കൂടി ഇടാണ്ട് പറ്റില്ല എന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഇട്ട വീഡിയോകളൊക്കെ ഏകദേശം ഇത്തരത്തിലുള്ള വീഡിയോകളായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ശരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് ഈ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്കൊക്കെ എങ്ങനെ കൂട്ടു നിൽക്കാൻ പറ്റും? ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരെ മനുഷ്യരായിട്ട് തിരിച്ചറിയണ്ടേ? ഛേ, എന്തായാലും ഈ ഒരു വാർത്ത ഉണ്ടല്ലോ, ഭയങ്കര അരോചകം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ആ ഒരു വാർത്ത ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ചർച്ചകളിലേക്കൊക്കെ പോകാം. അവശരാക്കി വസ്ത്രങ്ങൾ കീറിയതിനു ശേഷം ഒരു കുടുംബത്തിലെ സ്ത്രീകളെ മുഴുവൻ ഒരു ഗ്രാമത്തിലൂടെ പൂർണ്ണമായും നഗ്നരായി നടത്തി. ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിലെ കുഷിനഗർ ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ജനുവരി 2-നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ അവരുടെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത്. ഈ സംഭവത്തിന്റെ പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു മുസ്ലിം യുവാവും ഒരു ദളിത് യുവതിയുമായി സ്നേഹിച്ച് അവർ ഒളിച്ചോടുന്നു. ഇതിനു പിന്നാലെ ഈ യുവതിയുടെ വീട്ടിലെ ആളുകൾ ഈ മുസ്ലിം യുവാവിന്റെ വീട്ടിലെത്തുകയും ശേഷം വീട്ടിലുണ്ടായിരുന്ന മുസ്ലിം യുവാവിന്റെ മാതാവിനെയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയും ഈ മുസ്ലിം യുവാവിന്റെ ബന്ധുക്കളായ സ്ത്രീകളെയും അടിച്ച് അവശരാക്കുകയായിരുന്നു. ശേഷം ഇവരുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ കീറിപ്പറിച്ചതിന് ശേഷം ഇവരെ പൂർണ്ണ നഗ്നരാക്കി ഗ്രാമത്തിലൂടെ നടത്തിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഈ അക്രമി സംഭവം തന്നെ മൊബൈലിൽ പകർത്തി അത് പ്രചരിപ്പിച്ചിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. ഉത്തർപ്രദേശിലെ ഒരു പ്രാദേശിക മാധ്യമം ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുകയും ഇവരുടെ വീഡിയോ അടക്കം പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർ പറയുന്നത് ജനുവരി 2-നാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വളരെ ക്രൂരമായി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഞങ്ങളെ ആക്രമിച്ചു എന്നും ശേഷം ഞങ്ങളുടെ കുടുംബത്തിലെ എന്നെയും, അതായത് ഈ മാതാവ് പറയുന്നത് എന്നെയും ഈ യുവാവിന്റെ ബന്ധുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അമ്മായിമാരായിട്ടുള്ള 4 സ്ത്രീകളുടെയും വസ്ത്രങ്ങൾ കീറിയെന്നും ശേഷം പൂർണ്ണ നഗ്നരായി ഗ്രാമത്തിലൂടെ മുഴുവൻ ഞങ്ങളെ നടത്തിച്ചു എന്നും ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ മൊബൈൽ ഫോണിൽ പകർത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നും, എന്നാൽ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടും പോലീസിന്റെയോ അധികാരികളുടെയോ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണമോ കേസോ ഉണ്ടായിട്ടില്ല എന്നും ഈ കുടുംബം പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. क्या घटना हुई है? आज ना तो हमका कौन ये पीछे वाला घुसा हमका नहीं जन बात करे बा कोनो सामने हम ना जाने आज इतने पार्टी को हमारे ऊपर 3 जने छुपी गए मारा था सभी सलवार साड़ी कपड़ा फाड़ के आ जला दिया वालों दिखो दिया अतनी हम सब बोले वाली तई न के अपन अपना घर में न चरोल वाली हम का क्या लोग मिलकर मारे हैं? मई का मारने वालों 9 को लेडीज मारने वालों 4 को मर्द खड़ा को मार की घर में ढुकल वाला लोग लड़िया का सिपाही दू ठीक ना, लड़िया थाना के हमारे गांव में किला में ढुकल वाला पीछे से ही दोनों सिपाही ढुकल वाला बाई पकड़ने वाले सिपाही हम समझ लगा लड़िया थाना का। क्या नाम है आपका? कैसे कैसे काबिल बच्चा जी? फोन है ना बात बोला हम गाड़ी चलते हैं तबला तो 2 मिली और आके लगनी तो नीचे हम कपड़ा फाड़ के नीचे हमको ले गई कोई माली सब छोड़ मन के मंगल सूचना के अरे सब फोन तो घर भागल हो लगा ना तो लोग कपड़ा दिले ना तो कोई बताया जा रहा है कि आपका कपड़ा जला भी दिए क्या? हां कपड़ा जला दिए। क्या नाम है आपका? कैसे कैसे क्या हुआ है? कितने लोगों को नंगा करके पीटे हैं? किस बात को लेकर? हमने सब कुछ कहा नहीं
Bangme, itu kayu amis kecuali lagi. Amis tak kayu lagi juga. क्या नाम है आपका? Video ni nak kau kemana? Mulai kita sampai satu. പബ്ലിക് കേരള എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഇത് വന്നിട്ടുള്ളത്. പബ്ലിക് കേരള പ്രോ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, ഇതിനൊക്കെ എന്താണ് ഇതിനൊക്കെ ചെയ്യേണ്ട ശിക്ഷയെന്ന് വെച്ചാൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. കാരണം നമ്മുടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട നമ്മുടെ കോടതിയൊക്കെ ഇങ്ങനെ തണുപ്പം മട്ടിലിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ? നമ്മളിങ്ങനെ ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ വേദനിക്കാൻ മാത്രമേ പറ്റൂ. നമ്മൾ വെറുതെ ന്യൂസ് കാണുന്നു, വെറുതെ നോക്കുന്നു, ഓരോരോ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേട്ട് വെറുതെ ഡിപ്രഷൻ അടിക്കുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടി, അത് ഹിന്ദുവോ ക്രിസ്ത്യനോ ആരോ ആവട്ടെ, ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ്റെ വീട്ടുകാരെ വന്നിട്ട് തല്ലിച്ചതച്ച് മൃതപ്രാണരാക്കിയിട്ട് അവരെ നഗ്നരായിട്ട് ഗ്രാമത്തിലൂടെ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ വേറെ ആരും ഇല്ലായിരുന്നു. ചോദിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഫാമിലിയിൽപ്പെട്ട ആളുകളെ തുണിയില്ലാണ്ട് ആ ഗ്രാമത്തിലുടനീളം നടത്തിയപ്പോൾ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ലേ? ഇത് കണ്ടിട്ട് ഈ ഒരു അനീതിയെ തടുക്കാനായിട്ട് ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിൽ പോലും ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊന്ന് തടയാനായിട്ട്? ശരി, അവർ തന്നെ പറയുന്നുണ്ട്, പോലീസുകാരെ വിളിച്ചിട്ട് പോലീസുകാർ മൗനം ഭജിച്ചു, അവരിങ്ങനെ കുനിഞ്ഞു നോക്കി നിന്നു. പക്ഷേ അതേസമയം സ്വന്തം വിഭാഗത്തിൽ പോലും ആരും ഉണ്ടായിരുന്നില്ലേ ഇതിനെ ഒന്ന് എതിർക്കാനായിട്ട്? സ്ത്രീകളെ തുണിയില്ലാണ്ട് റോഡിൽ നടത്തി എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ലജ്ജാവഹം. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടല്ലോ നാണക്കേട് തോന്നുന്നു കേട്ടിട്ട്. അല്ല, നമ്മുടെ നാട് ഒട്ടും മോശമൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചത്? ദുരഭിമാന കൊലയൊക്കെ നടന്ന നാടല്ലേ നമുക്കുള്ളത്. ഒരു ദളിത യുവാവിനോട് പോയതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വന്നിട്ട് ആ പയ്യനെ ഒരു ദൈവമില്ലാതെ വെട്ടിക്കൊന്നു കളഞ്ഞില്ലേ? അതൊക്കെ നമ്മുടെ മുന്നിലും ഉദാഹരണങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ? എന്നിട്ട് ആ കേസിലെ പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടിയത്? നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്ന് ഓർത്ത് വിലപിക്കാനും പഴി പറയാനും മാത്രമേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ ഭരണഘടന സ്ട്രോങ് ആവണം എന്ന് ഞാനിങ്ങനെ ഓരോ വീഡിയോയിലും വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് എന്തോ എന്നെ തൂക്കിയെടുത്ത് ജയിലിലിടുന്നത്? അല്ല, ഇപ്പം നല്ലത് പറയുന്നവർക്കാണ് കേട്. ഇതുപോലെയുള്ള കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് പുറത്തിറങ്ങി നടക്കും. നല്ല കാര്യം പറയുന്നതിൻ്റെ പേരിലാണ് പലരും ജയിലിലാവുന്നതും അറസ്റ്റിലാവുന്നതും ഒക്കെ. എന്തല്ലേ? നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരണം. ശിക്ഷാരീതികളിലൊക്കെ മാറ്റം വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റുള്ള രാജ്യങ്ങളെക്കാളും മുൻനിരയിൽ നമ്മുടെ രാജ്യത്തിന് എത്താൻ പറ്റുള്ളൂ. കുറേ വികസനം കൊണ്ടുവന്നിട്ടോ റോഡുകൾ ഇങ്ങനെ കെട്ടിവാരിയിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് പേടി കൂടാതെ ജീവിക്കാൻ ഒരു പെണ്ണിനും ആണിനും പറ്റണം. അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം, അവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയെന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ ഈ രാജ്യത്ത് പേടിച്ച് ഓരോ പൗരനും ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യം ഉന്നതിയിലെത്തിയെന്ന് പറയാൻ സാധിക്കുക? അധികാരികൾ കണ്ണുറക്കുക. അതേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. പിന്നെ അങ്ങനെ സംഭവിച്ച നമ്മുടെ സഹോദരിമാരോട് ആ ഒരു വേദനയും മാനഹാനിയും സഹിക്കേണ്ടി വന്ന ആ സഹോദരങ്ങളോട് എല്ലാം ഈ വിവരദോഷികൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ ഒരു പൗരനാണല്ലോ ഞാൻ എന്ന് തോർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഈ ഒരു തെറ്റിന് അവർ അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ, തെറ്റിനെന്ന് വെച്ചാൽ ആ പയ്യനും ആ ഒരു സ്ത്രീയും ആ ഒരു പെൺകുട്ടിയും കൂടി ചെയ്ത ആ ഒരു തെറ്റെന്നും പറയാൻ പറ്റില്ല. അതിന് സ്നേഹിച്ചിറങ്ങി പോകുന്നതിന് അത്ര ഭയങ്കരമായ തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അത് തെറ്റല്ലേ എന്ന് ചോദിച്ചാൽ വളർത്തി വലുതാക്കിയ
അച്ഛനമ്മമാരോട് ഒരു തരത്തിൽപ്പെട്ട വിധേയത്വം കാണിക്കാതെ ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും ശരിയാണെന്നും പറഞ്ഞ് അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരിക്കലും ഒരു കാലത്തും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത ഒരു തെറ്റായിട്ടും പറയാനും പറ്റില്ല. അതിൻ്റെ പേരിൽ ഇത്രയേറെ ക്രൂരത ആ ചെറുക്കൻ്റെ വീട്ടുകാർ അനുഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുകയാണ്. അവർ ചെയ്ത ആ തെറ്റിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിലുള്ള ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കും അതിയായ വിഷമമുണ്ട്. ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടല്ല നിങ്ങളോട് അവരിങ്ങനെ ഇത്രയും മോശമായിട്ട് പെരുമാറിയത്. ഈഗോ. എന്തായാലും നിങ്ങൾ സഹിച്ച ആ ഒരു അപമാനത്തിന് കാലം അവർക്ക് ഉള്ള ശിക്ഷ കൊടുക്കട്ടെ. ഇങ്ങനെയുള്ളവർ നരകിച്ച് പുഴുത്ത് തന്നെ ചാവട്ടെ. പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, ഒന്നും പറയാൻ തോന്നുന്നില്ല.